വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എനിക്ക് നല്ല പനിയാണ്, ജലദോഷമാണ്. അപ്പം ഞാൻ ഇന്ന് ഗെന്തിങ് ഐലൻഡിലേക്ക് പോകണ്ട ആ വീഡിയോ കാണിച്ചു തരാം. അപ്പം നമ്മുടെ നെയ്ബേഴ്സും പിന്നെ അളിയനും എല്ലാവരും ഉണ്ട് കേട്ടോ ഗന്ധിയിൽ. അപ്പം ഇന്ന് അങ്ങോട്ട് പോവാണ്. Okay, I know. Rupees. 6,000? Rupees. 10,000? Because Polo Raibe. Yes. ഞങ്ങൾ ഗന്ധിയിലെത്തി. അപ്പോൾ അവിടെ എത്തി ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ നടക്കാനൊക്കെ. പിന്നെ ഇവിടെ ഭയങ്കര ഫോഗ് ഉണ്ടായിരിക്കും, നമ്മുടെ ഊട്ടിയിലൊക്കെ പോലെ, അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അത്ര ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ല ഫോഗായിട്ടാണ്. ഫോട്ടോ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ കൊടുത്താൽ നമ്മുടെ സെൽഫി എടുക്കാൻ പറ്റൂട്ടാ, സ്പോട്ടിൽ കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ ഞങ്ങൾ അവിടെ ഷോപ്പിലെത്തി, പിന്നെ എല്ലാവരെയും കണ്ടു, അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഇഞ്ചി മിഠായി പോലത്തെ സാധനം തന്നു വിട്ടാ അളിയനി. ഇഞ്ചി നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു ചുക്ക് പോലത്തെ ഒരു സാധനം. അത് കഴിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. നല്ല തൊണ്ടവേദനയായിരുന്നു. ഇവിടെ ആക്ച്വലി തണുപ്പായതുകൊണ്ട് തൊണ്ടവേദന കൂടി വരെയായിരുന്നിട്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ റഫീഖ എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ കൊണ്ടു തന്നിട്ട. റഫീഖ എന്ന് പറഞ്ഞാൽ എനിക്ക് 12 വർഷമായിട്ട് അറിയുന്നതാണ്. ഇക്കടെ കൂടെ മുന്നേ ഒരു ഷോപ്പിലുണ്ടായിരുന്നതാണ് കേട്ടോ. ന്യൂർലീസ് ഇവിടെ കിടന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഫോഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇനി ഈ ഗന്ധിങ് ഐലൻഡ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീരെ കാണാൻ പറ്റില്ല, അത്രയും ഫോഗാണ്. പിന്നെ അവിടുന്ന് ഒരു കിൻഡർ ജോയ് പോലത്തെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടാ. അടിയൻ പറഞ്ഞിട്ടാണ് എടുത്തത്, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മളെ കിൻഡർ ജോയ് പോലെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും, ആ സ്റ്റിക്ക് ഈ ചോക്ലേറ്റിൽ. ഇനി നമ്മൾ ഇവിടുന്ന് സ്കൈവേയിൽ പോവാണ്. ആ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ബാക്കി നാളെ.